കന്യാകുമാരി മുതൽ അങ്ങ് ബോംബെ വരെ നീളുന്ന 1600 കിലോമീറ്റർ നീളമുള്ള NH-66 കേരളത്തിലെ പണികൾ വളരെ സാവധാനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഉദ്ഘാടനത്തിൽ ഏറ്റവും വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാനത്തിൻ്റെ PWD മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. രാജ്യത്തിൻ്റെ അഭിമാനമായ ദേശീയപാത ജനങ്ങൾക്ക് കൈമാറുമ്പോൾ അതിൽ ഒന്നാമതായി പങ്കെടുക്കേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് രണ്ടാമതായി അതേ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും, അത് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിയും പങ്കെടുക്കുക എന്നതായിരുന്നു സാമാന്യ നീതി. എന്നാൽ ഇവിടെ ശ്രീ മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ രണ്ട് പ്രദേശത്തെയും MLA-മാരെയും MP-മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അനാരോഗ്യകരമായ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്ന് ആര് സമ്മതിക്കും? നോക്കൂ, കേരളത്തിൻ്റെ ദേശീയപാതയുടെ വികസനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം നൽകിയ വലിയ സംഭാവന സംസ്ഥാനത്തെ ജനനിബിഡത കൊണ്ട്, സംസ്ഥാനത്തെ ഭൂമിയുടെ വില വളരെ അധികമായതുകൊണ്ട് കൃത്യസമയത്ത് ആ പണി തുടങ്ങി അവസാനിപ്പിക്കുവാൻ ഇനിയും വൈകരുത് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 6000 കോടി രൂപ നൽകിക്കൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തെ വലിയ തരത്തിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണ് എങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ കേരളീയർ പൊതുവെ തീരുമാനിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, അതിൻ്റെ പണിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി PWD മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർക്കും വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഈ PWD മന്ത്രിയെ ഒഴിവാക്കി നിർത്തുകയും, എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ജനപ്രതിനിധിയായി ഇന്ന് ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കാത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി മാത്രമുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ആ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തുകയും കേരളത്തിൻ്റെ PWD മന്ത്രിയെ ഒഴിവാക്കുകയും ചെയ്തത് ഏത് കോണിൽ നിന്ന് നോക്കിയാലും ജനാധിപത്യ വിരുദ്ധമാണ്. അത് കേരളീയരോടുള്ള പൊതുവെയുള്ള BJPയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. കേരളത്തിൽ പലപ്പോഴും പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തടസ്സങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും സർക്കാരുകൾ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങളെ പരമാവധി പരിഹരിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ, ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ വൈകിയാണെങ്കിൽ പോലും ദേശീയപാതയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രി പലപ്പോഴും സംസ്ഥാന സർക്കാരിനെ ശ്ലാഘിച്ച് പറഞ്ഞ സാഹചര്യങ്ങളെ മറന്നുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ PWD മന്ത്രിയെ ഒഴിവാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ പരിപാടികൾ ബഹിഷ്കരിക്കുകയും അവർ മറ്റൊരു ഉദ്ഘാടനം ചെയ്യാൻ ഇന്നു തന്നെ തീരുമാനിക്കുകയും ചെയ്തതിനോടൊപ്പമായിരിക്കും പൊതുവെ മലയാളികൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.